ഹേ ഗൈസ്, വീഡിയോ ഞാനാണ്. അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു സ്റ്റഡി വ്ളോഗായിട്ട് വന്നത്. നമ്മളെ 50 ഡേയ്സിലെ ഡേ 12 ആൻഡ് 13 അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീഡിയോസൊന്നും ഇല്ല, കാരണം പൂജ വെപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാൻ മറന്നു. പക്ഷേ നമ്മൾ ചലഞ്ചൊക്കെ കറക്റ്റായി പോകുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇനി നമുക്കിന്ന് 12ഉം 13 ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അലക്സാറിൻ്റെ ക്ലാസ്സാണ്. നമ്മളെ ഫിസിക്സിലെ 5th ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് എല്ലാം ഓൺ ദ വേ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ സോ ഗൈസ്, വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചലഞ്ചിലോട്ട്. അപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല, കാരണം ഈ വ്ളോഗിനെ ഇപ്പോഴാണ് എടുക്കുന്നത്. ടു ഡു ലിസ്റ്റ് ഒന്നും ഞാൻ ഇതിട്ടൊന്നും ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ടു ഡു ലിസ്റ്റ് നമുക്ക് എന്തായിരുന്നു ഫിസിക്സ് ക്ലാസ്സും ഫിസിക്സ് ക്ലാസ്സാണ് നമ്മളെ ഫസ്റ്റ് ടു ഡു ലിസ്റ്റ്. സെക്കൻഡ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് റിവൈസ്. അതുപോലെ തന്നെ വേറെ ഇന്ന് നമുക്ക് ഈ 2 ടു ഡു ലിസ്റ്റ് കഴിച്ച് എന്ന് വെച്ചാൽ ഇന്ന് ഒരു പെട്ടെന്നാണ് ഈ വ്ളോഗിനെ എടുക്കുന്നത്. അപ്പോൾ നാളെ തൊട്ട് നമുക്കത് കറക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ക്ലാസ് എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്ലാസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഏകദേശം ഒരു 8:05 ആയപ്പോൾ ക്ലാസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലക്സാണ് എടുത്തത്. സെറ്റ് ക്ലാസ് ആയിരുന്നു. ഒരു 1 hourന് മുന്നേ ലൈവ് വരും. ഇതിൻ്റെ മുന്നേ സെറ്റ് ക്ലാസ് ആയിരുന്നു. ഒരു രക്ഷയില്ല, നിങ്ങളെല്ലാവരും കാണാൻ. അടിപൊളി ക്ലാസ് ആയിരുന്നു. അപ്പോൾ വീഡിയോ പെട്ടെന്ന് കട്ടായിപ്പോയി. അപ്പോൾ അടിപൊളി ക്ലാസ് ആയിരുന്നു. അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ എല്ലാം എന്താ ഇത് വേറെ സോറി ഇത് കുറച്ച് എഴുതിയിട്ടോ, ബാക്കി ഞാൻ ടെക്സ്റ്റിലായിരുന്നു മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി നോട്ട്സ് വരും, അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ റൂമിലോട്ട് നമ്മുടെ ചലഞ്ചിൻ്റെ ആ ഒരു ടാസ്ക് എല്ലാം നമുക്കത് കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് നമ്മുടെ റെഡ് ഇങ്ക് പേനയും അതുപോലെ തന്നെ ഇതും എടുക്കാം. ഓക്കെ, എടുത്തു. അപ്പോൾ ആദ്യം നമ്മൾ ഹൈലൈറ്റർ എടുക്കാം. നമുക്കപ്പോൾ ഡേ 13ഉം അതുപോലെ തന്നെ ഡേ 12ഉം 13ഉമാണ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഹൈലൈറ്റർ തീരാറായി. നമുക്കെന്താ നല്ല രീതി ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളെന്താ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്താ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു റെഡിങ് വെച്ച് ഒരു ടിക്ക് ഇടാം. ഓക്കെ, ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിങ് വെച്ച് ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്കിനി നാളെ ഞാൻ നാളത്തെ വീഡിയോ ഈ വർക്ക്ഷീറ്റിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇത് ഞാൻ പൂജ വെപ്പിന് മുന്നേ ഉള്ളതായിരുന്നു ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇവിടെ കെമിസ്ട്രി നാളെ നാളെ മാത്സ് നാളെ മാത്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ കുറച്ചൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നമ്മളിതാ ഫിസിക്സ് 4th കഴിഞ്ഞു, 5th കഴിഞ്ഞു. അതുപോലെ തന്നെ ബയോളജി കഴിഞ്ഞു, 3rd ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ മാത്സ് 1 2 3 4 5 കഴിഞ്ഞു. പിന്നെ വേറെ കെമിസ്ട്രി കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് മാത്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ വർക്ക്ഷീറ്റിൻ്റെ ഫിസിക്സിൻ്റെ കഴിഞ്ഞായിരുന്നു. ഇനി പെൻഡിങ് ആയിട്ടുള്ളത് മാത്സ് ആണ്. മാത്സ് ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മാത്സ് ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബയോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളിനി വരും ദിവസങ്ങളിൽ നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ വേറെ അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ അതിൻ്റെ ഷോർട്ട് നോട്ടെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഈ റോയാണ് ഇവിടെ A4 പേപ്പർ, അതുപോലെ തന്നെ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരേവർക്കും ബൈ ബൈ.